ഹായ് നങ്ങേലി ടോക്കിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ കണ്ട സബ്ജക്റ്റുമായി റിലേറ്റഡ് ആണോ ചോദിച്ചാൽ റിലേറ്റഡാണ്, ചെറുതായിട്ട്. അതായത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ജാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ് വുമണാന്ന് തോന്നുന്നു അവരങ്ങനെ കാണുന്നത്. അപ്പം അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻ്റർവ്യൂവിൽ സ്ത്രീ ആവുന്നതിന് മുന്നേ അവർ വിവാഹം കഴിച്ചിരുന്നുവെന്നും അത് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് പോയി എന്നും അതൊക്കെ അവർ പറയുന്നത് കേട്ടു. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് തോന്നി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മാറ്റർ ഞാൻ മുന്നേ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ഒന്നും കൂടി ഇത് വന്നപ്പം പറയണമെന്ന് തോന്നി. കുറച്ചും കൂടി ഡീറ്റെയിൽ ഇത് പറയാം. അപ്പോൾ ഇതിൽ അവർ പറയുന്നുണ്ട് മുന്നേ വിവാഹം കഴിച്ചിരുന്നു, എന്നിട്ട് ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നു, അപ്പം നിങ്ങൾക്കറിയില്ലായിരുന്നോ? അപ്പോൾ വീട്ടുകാർ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ വീട്ടുകാർ പറയുകയാണ് കല്യാണം കഴിഞ്ഞതൊക്കെ മാറും എന്നുള്ളൊരു ഇതിൽ. പക്ഷെ അയാൾക്ക് ആ പെൺകുട്ടിയോട് റിയലാണ്, സത്യമായ കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റോറി ഞാൻ പറയാം. അവളുടെ വിവാഹം പെണ്ണ് കാണാൻ വന്നിട്ട് അയാൾ അപ്പോൾ ഒക്കെ നോർമലായിരുന്നു തോന്നുന്നു. അപ്പോൾ അയാൾ നോർമലായി സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞു. കല്യാണം ഉറപ്പിച്ചിട്ട് കുറച്ച് സമയമുണ്ടായിരുന്നു. ആ കുറച്ച് സമയത്തിനുള്ളിൽ അയാൾ ഇടയ്ക്ക് ആ പെൺകുട്ടി ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി വന്നു. അപ്പോൾ കുറച്ചധികം സുഹൃത്തുക്കളായിട്ടാണ് അയാൾ വീട്ടിലേക്ക് വന്നത്. ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വന്നത് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണോ ആ പെൺകുട്ടിയുടെ ഏതോ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് ആ പെൺകുട്ടി വിരുന്നിനെന്തോ പോകുമ്പോൾ ഇയാൾ ചെന്നതാണ്. ഇയാളും കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് ചെന്നു. സുഹൃത്തുക്കളെല്ലാം ആ പെൺകുട്ടിയോട് ഹായ് പറയുന്നുണ്ട്, ഭയങ്കര സംസാരം. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് അപ്പം ഇയാൾ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകണമെന്നില്ല. അപ്പോൾ പെൺകുട്ടി ഇയാളിത് എവിടെ എന്നുള്ളത്, അവൾ കുറച്ച് തൻ്റെ ഇടമുള്ളൊരു പെൺകുട്ടിയാണ്. അവൾ കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി നോക്കിയപ്പം ഇയാൾ പുറത്തൊരാളുടെ അടുത്ത് നിന്നിട്ട് ഒരു ആണിൻ്റെ അടുത്ത് നിന്ന് അയാളവിടെ എവിടെ ഇരുന്നിട്ട് മറ്റേ ആ ആണിൻ്റെ അടുത്ത് നിന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കും. പക്ഷെ അയാളുടെ ബോഡി ലാംഗ്വേജിലൊക്കെ മൊത്തത്തിലൊരു ചെറിയ കുട്ടികളുടെ പോലെ അവൾക്ക് ഫീൽ ചെയ്തു. ചെറിയ കുട്ടികളുടെ പോലെ അവിടെ നിന്നിട്ട് മറ്റേ ആ വ്യക്തിയോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇവൾക്ക് യാതൊരു ഇമ്പോർട്ടൻസും അവിടെ കൊടുത്തു. അപ്പോൾ അവളത് അത്ര ചിന്തിച്ചില്ല. അവൾ ഇങ്ങോട്ട് വരാനായിട്ടായിരിക്കും, ഒരു പക്ഷേ അത് വെയിറ്റ് ചെയ്തതായിരിക്കും എന്ന് വെച്ച് സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞ് വിവാഹം എന്തായാലും ഉറപ്പിച്ചല്ലോ. ഇതെല്ലാം കഴിഞ്ഞു, നിശ്ചയം കഴിഞ്ഞൊരു ചടങ്ങുണ്ട്. കല്യാണം ഉറപ്പിക്കൽ കഴിഞ്ഞൊരു ചടങ്ങുണ്ട്. ഈ മൊബൈൽ കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. അപ്പം ഈ പെൺകുട്ടിക്ക് ഇവർ മൊബൈൽ കൊടുത്തില്ല. മൊബൈൽ ആ കുട്ടിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്പർ കൈമാറി. അതെ, ഓക്കെ, ഇതിൻ്റെ ഇടയിൽ എപ്പോഴേക്കും സംഭവിച്ചതാണ്. ഓക്കെ, ഉറപ്പിച്ചതിന് ശേഷം നമ്പർ കൈമാറി. അതെല്ലാം കഴിഞ്ഞു. ഈ പെൺകുട്ടി ഇയാൾ അതിനുശേഷം കുറേ മുന്നത്തെ കാര്യങ്ങളല്ലേ പറഞ്ഞ് നമ്മുടെ അടുത്ത് കുറേ പേര് ഷെയർ ചെയ്യുമ്പം നമുക്കത് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും. പക്ഷേ ഈ സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഷെയർ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമാണ്, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യണം. എന്തായാലും അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടിയോട് യാതൊരു താല്പര്യവുമില്ല. അയാൾ പിന്നീട് ഗൾഫിൽ പോയി കല്യാണം ഉറപ്പിച്ചതിന് ശേഷം. അപ്പോൾ ഈ പെൺകുട്ടി അങ്ങനെ വിളിച്ച് സംസാരിക്കാറോ, സാധാരണ നമ്മൾ ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. സുഹൃത്തുക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം ഉറപ്പിക്കുകയാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ഫോണിലായിരിക്കും. ആ ഒരു കാലഘട്ടത്തിൽ ഫോണിൽ സംസാരിക്കുക. ഹസ്ബൻഡ് ആവാൻ പോണ ആണല്ലോ, അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ കാര്യങ്ങളെന്ന് അവർക്കറിയില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുമല്ലോ. പക്ഷേ ഇവളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അപ്പോൾ ഇവളൊരിക്കൽ പറഞ്ഞു വീഡിയോ കോള് ഗൾഫിലെന്ത് പോയതാണല്ലോ, അപ്പോൾ വീഡിയോ കോള് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സുഹൃത്തിൻ്റെ ടാബിൽ നിന്ന് വീഡിയോ കോള് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സുഹൃത്തിൻ്റെ റൂമിലേക്ക് അയാൾ പോവാണ്. എന്നിട്ട് അവിടെ ചെന്ന് അവൾ കാണാൻ പാടാത്തൊരു സീൻ. അയാൾക്ക് ഈ ക്യാമറ ഉപയോഗിച്ചുള്ള ശീലമില്ല. അപ്പോൾ ക്യാമറ എങ്ങനെ വെക്കണമെന്ന് അയാൾക്കറിയില്ല. അയാളുടെ വിചാരം മുഖം മാത്രമേ കാണുള്ളൂ എന്നായിരുന്നു. പക്ഷേ ആ ഒരു സറൗണ്ടിങ് കുറച്ച് കാണാമായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഒരു മോശം സംഗതി കണ്ടു. പക്ഷെ അവൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ അവൾ അങ്ങനത്തെ ഒരു ഏതാന്ന് കണ്ടും കേട്ടും പരിചയമൊന്നുമില്ലല്ലോ. ഓക്കെ, നമ്മൾ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? അപ്പോഴേക്കും മോനുണർന്നു. അപ്പോൾ എനിക്ക് ആ വഴിക്ക് അങ്ങനെ പോകേണ്ടി വരും. പിന്നെ ഇപ്പോഴാണ് ഞാൻ വരുന്നത്.
അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അങ്ങനെ അവളുടെ കല്യാണ നിശ്ചയത്തിന് അങ്ങനെ അവൾക്കൊരു കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവൾ കണ്ടു. അപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്പോട്ടിൽ തന്നെ അവൾ കോള് കട്ട് ചെയ്തു, എന്തോ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ഇത്രേ. അത് കഴിഞ്ഞിട്ട് അയാൾ നിരന്തരം വിളിക്കുകയാണ്, അവളെ നിരന്തരം വിളിക്കുകയാണ്. നിരന്തരം വിളിച്ചിട്ട് അവൾ എക്സ്പെക്റ്റ് ചെയ്തത് എന്തിനാണ് നീ കോള് കട്ട് ചെയ്തത്, എന്താ പറ്റിയത് എന്നാണ് അവൾ ചോദിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവളുടെ സംശയത്തെ വളരെ സ്ട്രോങ് ആക്കുന്ന വിധത്തിലുള്ളൊരു ചോദ്യമായിരുന്നു അയാൾ ചോദിച്ചത്. അയാൾ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു, ഇപ്പം എന്നോട് എന്താ തോന്നുന്നത്, ഇപ്പം എന്നോട് ദേഷ്യം എന്തെങ്കിലും തോന്നുന്നുണ്ടോ, അങ്ങനെയാണ് തോന്നുന്നത്. അതായത് ആ ഒരു സംഭവം കണ്ടതിന് ശേഷം അവളുടെ മനസ്സിൽ എന്താണ് അയാളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്നാണ് അയാളെ ചോദിച്ചത്. അപ്പം കൺഫേം, അപ്പോൾ അവൾ കണ്ടതും ആ ഒരു സംഗതിയും കൺഫേമായിട്ട് അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു തീക്കനലായി. അതെന്ന് വെച്ചാൽ കുറച്ചധികം പൈസ ചിലവാക്കിയിട്ടായിരുന്നു ആ വിവാഹം നിശ്ചയം നടത്തിയത്. അപ്പം എങ്ങനെ ഇത്രയും അധികം ആൾക്കാരെ വിളിച്ച് നടത്തിയ നിശ്ചയം പെട്ടെന്ന് എങ്ങനെ ഒരു തീരുമാനം മാറ്റി പറയും? അവളുടെ അമ്മയോടൊന്ന് ഷെയർ ചെയ്തു. അമ്മയോട് എങ്ങനെ പറയും, അമ്മയോട് എങ്ങനെയൊക്കെയോ അവൾ പറഞ്ഞു, എന്തോ ഇയാളുടെ സ്വഭാവത്തിൽ എന്തോ ഒരു മോശം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു, അതൊന്നും പ്രശ്നമല്ല, എന്താണ് അങ്ങനെ എന്തോ പറഞ്ഞത്രേ, അങ്ങനെയൊന്നും പ്രശ്നമല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, തോന്നിയതാവും എന്ന് പറഞ്ഞു. ഇവളെ അത്രയും കൂടെ ആ ഒരു വിഷയത്തെ അത്ര സീരിയസ് ആക്കി എടുത്തില്ല. അതൊരു അവൾ പറഞ്ഞ രീതി അങ്ങനെ ആയിരിക്കാം, മേ ബി കറക്റ്റായിട്ട് പറയാൻ അവൾക്ക് അറിയില്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞു. അപ്പോൾ അവൾ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിവാഹം കഴിഞ്ഞ് ഇനി എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞപ്പോഴും അവൾക്ക് എന്താ വെച്ചാൽ ആദ്യമൊന്നും സംശയം തോന്നിയില്ല. നാളുകൾ പോകെ അവൾക്ക് എന്തൊക്കെയോ സംശയം. കാരണം അവളുമായിട്ടുള്ള മിങ്കിളിങ് ഇല്ല, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്പെൻഡ് ചെയ്താലും അവളുമായിട്ട് യാതൊരു സംസാരമോ സ്നേഹവർത്തമാനമോ യാതൊന്നുമില്ല. ഇങ്ങനെ സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്, ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫോണിലാണെങ്കിൽ അപ്പോൾ അവളിങ്ങനെ പതിയെ ഫോൺ ചെക്ക് ചെയ്യാൻ മീൻസ് അയാളെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പം സ്ഥിരമായിട്ട് അയാളെ വിളിക്കുന്ന ഒരു സുഹൃത്ത് 5 മിനിറ്റ് 10 മിനിറ്റ് വരുമ്പോൾ അയാൾക്ക് കോള് വരികയാണത്രേ. അപ്പോൾ അയാളെ ഇങ്ങനെ കോള് വരുമ്പം ഇവളൊരിക്കൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇയാളിങ്ങനെ എപ്പോഴും വിളിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, അവൻ്റെ വിവാഹമാണെന്നും അവൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്യാനാണ് വിളിക്കുന്നതെന്നും പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അയാളുടെ വിവാഹം എത്തുന്നത് വരെ അവൾ വെയിറ്റ് ചെയ്തു. എന്താ വെച്ചാൽ വിവാഹം കഴിഞ്ഞാലെങ്കിലും ഡിസ്കഷൻ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചു. വിവാഹം കഴിഞ്ഞപ്പോൾ ഇതാ കിടക്കണു, വീണ്ടും രാത്രി പോലും സമയം പോലും നോക്കാതെ വിളിക്കുകയാണത്രേ. അങ്ങനെ ആ ദിവസങ്ങളിലും അവളിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവളെ കാണാതെ മാറിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങി ഈ വ്യക്തി, ഇവളുടെ പാർട്ട്ണർ. അപ്പോൾ അതവൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം ആക്ച്വലി അയാൾ മറ്റാളെ കൺവിൻസ് ചെയ്യുന്നത്, അതായത് വിവാഹം കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞ വ്യക്തി ഒരു പാർട്ട്ണർക്കൊരു ലൈഫ് കൊടുക്കണമല്ലോ, അതിപ്പോൾ പാടില്ല എന്നുള്ളതാണ് ഇയാൾ കൺവിൻസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയാൻ കഴിയുന്നില്ല അത്രേ. ഇങ്ങനെ സംസാരിക്കുന്ന അവൾ കേട്ടു. പിന്നെയും എന്നുവെച്ചാൽ അവ്യക്തമായതുകൊണ്ട് തന്നെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള അവസ്ഥയാണ്. പിറ്റത്തെ ദിവസം ഇയാൾ പെട്ടെന്നൊരു കോള് വരുന്നു, ഇറങ്ങിപ്പോകുന്നു. പിന്നെ നോക്കുമ്പോൾ അയാളും കൂടെ എങ്ങോട്ടോ പോയിരിക്കുകയാണ്. അങ്ങനെ ഒരേ ചുറ്റിക്കളി. അങ്ങനെ പിന്നെ ഇയാൾ ജോലിക്ക് പോകണമെന്ന് പറയുന്നു. കുറേ നാൾ ജോലിക്ക് പോകാതിരിക്കുന്നു. ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. മോർണിംഗ് 6 രാവിലെ പോകുത്രേ, 6 മണിയൊക്കെ ആകുമ്പോഴേക്കും പോകുമ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇവളെല്ലാം കുക്ക് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കുത്രേ. എന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പം അവളോടൊരു യാത്ര പോലും പറയാതെ ആ ഭക്ഷണം വാങ്ങിച്ചു വെച്ച് അയാൾ ഒന്നും തിരിഞ്ഞു പോലും നോക്കാതെ എന്നാൽ ശരിയെന്ന് പോലും പറയാതെ ഒറ്റ പോകുമോ. അയാൾ പോയ വഴിയെ നോക്കി അവളങ്ങനെ കുറേ നേരം നിൽക്കും. പിന്നെ തിരിച്ച് നടന്ന് അവളുടെ റൂമിലേക്ക് പോകും. വൈകുന്നേരം അയാൾ എത്തുന്ന വരെ പിന്നെ ആ വീട്ടിലെ അടിമയാണ് അവൾ. ആ വീട്ടിലെ അടിമ. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവൾ വേണം ചെയ്യാൻ. എല്ലാം മീൻസ് അതെന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ പറയണമെന്ന് പറയുന്നത്, ആ വീട്ടിൽ മറ്റ് കുറേ അംഗങ്ങളുണ്ട്. അവരെക്കാൾ കൂടുതൽ അവളാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു രാത്രി ആകുമ്പോഴാണ് ഇയാൾ കയറി വരിക. കയറി വന്നു കഴിഞ്ഞാൽ അത്രയും ഒരു ഗ്യാപ്പ്,
ഇത്രയും ഒരു ടൈം ഭാര്യയായിട്ട് സംസാരമില്ല, ഒന്നും ഇല്ലാതിരുന്ന ഒരാൾ എന്തെങ്കിലും ഒരു വാക്ക് അത് അയാൾ വന്ന് കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാളൊരു കുളിക്കാൻ പോക്ക് അത്രേ. കുളിക്കാൻ പോക്കെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ നല്ല പുറത്ത് പോയിട്ടാണ് കുളിക്കുകയാണ്. പുറത്ത് പോയി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അത്ര അയാൾ തിരിച്ചു വരുന്നത്. അപ്പോൾ എങ്ങനെയും അവളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതും അവളുമായിട്ടുള്ള ഇടപഴകലിൻ്റെ സമയം വളരെ കുറവ് വരികയാണ്. അപ്പോൾ അവൾക്ക് വളരെ അസ്വസ്ഥമായി തുടങ്ങി. അപ്പോൾ അവൾക്കിങ്ങനെ സംശയം തോന്നി തുടങ്ങി. അവൾ വീണ്ടും കാര്യങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്യാനും ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കാനും അവളിങ്ങനെ നടന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ പിന്നെ ഫ്രീഡത്തിന് അവൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ഫ്രീഡവും അവൾക്ക് കൊടുത്തു. പക്ഷെ അതിൽ വളരെ എന്ന് വെച്ചാൽ ഇയാളുടെ സുഹൃത്തുക്കൾ ആ വീട്ടിലേക്ക് ഇയാളുടെ കൂടെ വരുന്നു. 1-2 സുഹൃത്തുക്കൾ വരുന്നു. ഒരിക്കൽ ഒരു സുഹൃത്ത് വന്നിട്ട് തിരിച്ചു പോയപ്പം അയാൾ പറഞ്ഞു, അവളുടെ ഫോൺ നമ്പർ അയാൾ ചോദിച്ചു എന്താ പറയേണ്ടതെന്ന് അവളോടല്ലല്ലോ ചോദിക്കേണ്ടിയിരുന്നത്. അതവൾ വിട്ട് കളഞ്ഞു. ദേഷ്യപ്പെട്ട് അവൾ സംസാരിച്ചു. അങ്ങനെ ഫോൺ നമ്പർ ചോദിക്കുകയാണെങ്കിൽ കൃത്യമായ മറുപടി കൊടുക്കാമായിരുന്നില്ലേ എന്ന് അയാളോട് ചോദിച്ചിട്ട് അവൾ ആ വിഷയം വിട്ടു. പക്ഷെ അപ്പോഴും അവളുടെ ഉള്ളിൽ ഒരു സംശയം വന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇയാളുടെ ഫോണിൽ രാത്രി 3 മണിക്കൊക്കെ കോൾ വരികയാണ്. തൊട്ടടുത്ത വീട്ടിലെ അല്ലെങ്കിൽ കുറച്ചപ്പുറത്തെ ഒരു പയ്യൻ്റെ ഫോണിൽ നിന്ന് കോൾ വരികയാണ്. അപ്പോൾ പിറ്റേ ദിവസം അവൾ ചോദിച്ചു, എല്ലാവരും ഇരിക്കെ ചോദിച്ചു, എന്തിനാണ് ആ നേരത്ത് നീ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് അവനെന്തോ വയറുവേദന എടുത്തപ്പോൾ വിളിച്ചതാണ്. വയറുവേദന എടുത്തിട്ട് ഇയാളെ വിളിക്കേണ്ട ആവശ്യം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പിന്നെ അവളത് കണ്ടിന്യൂ ചെയ്യാനോ ചോദിക്കാനോ ഒന്നും നിന്നില്ല. അതേപോലെ അവൾ ബെഡ്റൂമിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ ഒരു സുഹൃത്തുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറ്റി വിടുക, ബെഡ്റൂമിലേക്ക് കയറ്റി വിടുക. വെച്ചാൽ സ്പേസ് കൊടുക്കുകയാണ് അവൾക്കിനി മറ്റാരോടെങ്കിലും ഒരു താല്പര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഒരു സൈഡിൽ കൂടെ അയാൾക്കും അങ്ങനെ പോകാം. സമൂഹത്തിന് മുന്നിൽ അയാളുടെ ഭാര്യ ആ ഒരു ലേബലും, അയാൾക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ള ലേബലും ഉണ്ടാവും. അയാളുടെ കാര്യങ്ങൾ വേറെ നടക്കുകയും ചെയ്യും. അവളെയും മറ്റൊരു സൈഡിൽ കൂടെ അങ്ങനെ സെറ്റാക്കാം. ഈ ഒരു പ്ലാനായിരുന്നു എന്നൊരു സംശയം. അങ്ങനെ ഒരു സ്റ്റോറി അവൾ പറഞ്ഞത്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അവളെന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ എസ്കേപ്പായി പോകുന്നു. അവളായിട്ടൊരു ഡിസിഷൻ എടുത്തു. ഇതൊരു മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ആ ഒരു സ്റ്റോറി ഒന്ന് കണക്ട് ചെയ്ത് പറയണമെന്ന് തോന്നി. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിവാഹ ജീവിതം അവനവനറിയാലോ. എനിക്കൊരു വിവാഹ ജീവിതം പറ്റില്ല. ഈ പറഞ്ഞ വ്യക്തിയുമായിട്ട് അവൾ ആ വിവാഹ ജീവിതത്തിൽ അവൾക്ക് രാത്രിയൊക്കെ ഈ മറ്റേ പുഴു ഉണ്ടല്ലോ, പുഴു ഇങ്ങനെ പൊതിഞ്ഞിരിക്കില്ല, അതേപോലെയാണ് അത്ര പ്യൂപ്പ പൊതിയുന്ന മാതിരിയാണ് പുതപ്പിൽ സ്വയം ചുറ്റി വരിഞ്ഞിട്ട് അയാൾ ഭയത്തിൽ, അതായത് ഭാര്യ തൊട്ടടുത്ത് ഭാര്യ എങ്ങാനും അയാളെ ടച്ച് ചെയ്താലെന്ന് പേടിച്ചിട്ട് പുതച്ച് മൂടിയിട്ടാണ് കിടക്കുകയാണെന്ന്. ഇനി അവൾ അഥവാ ഈ ഒരു സിറ്റുവേഷൻ ഏതൊരാളും ഇത്ര വലിയ അവഗണന കാണുമ്പോൾ വിഷമിക്കും. അവഗണന മീൻസ് ഇത്രയധികം അവളെ വേദനിപ്പിച്ചു. അപ്പോൾ അവൾ കരയുകയാണെങ്കിൽ ഇയാൾ ഉറക്കെ ചോദിക്കും, മറ്റുള്ളവർ കേൾക്കെ ചോദിക്കും, നീ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ കരയണതെന്ന് ചോദിച്ചിട്ട് അവളെ ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയേറെ ടോർച്ചർ ചെയ്തു. അപ്പോൾ പോകെ അവളെല്ലാം കണ്ടുപിടിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ മറ്റൊരു പയ്യനെ അങ്ങനെ കുറേ നെഗറ്റീവ്സ് എല്ലാം ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ. എത്ര തന്നെയാണെങ്കിലും ഇപ്പം ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ അവന് വിവാഹം കഴിച്ചാൽ മാറുമെന്ന തോട്ടിനെക്കാട്ട് അവരെ വഴിക്ക് വിടുക, അവരെ ഫ്രീഡായിട്ട് വിടുക. ഒരു ഷെൽട്ടർ കൊടുക്കാൻ പറ്റുമെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ നമ്മളെന്തായാലും ഇത്രയും വളർത്തി ഉണ്ടാക്കിയില്ലേ, അതുകൊണ്ടൊരു ഷെൽട്ടർ കൊടുക്കുക. അവരെ പെരുവഴിയിലേക്ക് തള്ളി വിടുക, അതൊരു ഷെൽട്ടർ കൊടുക്കുക, അവരെ ലൈഫിലേക്ക് വിടുക. ഒരു വിവാഹം അവർക്ക് ആഗ്രഹമില്ലാത്ത ഒരു വിവാഹത്തിലേക്ക് അവരെ തള്ളിവിടാതിരിക്കുക. അങ്ങനെ തള്ളിവിടുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അവരോട് ക്രൂരതയാണ് ചെയ്യുന്നത്, വരുന്ന പെൺകുട്ടിയോടും ചെയ്യുന്ന ക്രൂരതയാണ്. അവളൊരു നല്ലൊരു വിവാഹ ജീവിത സ്വപ്നം കണ്ടിട്ടാണ് വരുന്നത്. ഇവിടുത്തെ വലിയൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി വരണമെന്ന് വിചാരിച്ച് വരുന്നവളല്ല. അവൾക്കും ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞാൽ മാറും എന്നുള്ള ചിന്താഗതിയിൽ ഇങ്ങനെ വിവാഹത്തിലേക്ക് തള്ളിവിടാതിരിക്കുക. ഇപ്പോൾ കുറേ ചിന്താഗതികളൊക്കെ ആൾക്കാരുടെ മാറി. എന്നാലും ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പം പറയണമെന്ന് തോന്നി.
പറഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ലവ് യു ഓൾ. ബൈ.